ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് ഈശോയെക്കുറിച്ച് ധ്യാനിക്കാൻ എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം ആവേ മരിയ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1798 വിയറ്റ്നാം ഭരിച്ചിരുന്ന രാജാവ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. രാജ്യത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും പീഡിപ്പിച്ചു കൊല്ലണം. എല്ലാ ഇടവകകളും സെമിനാരികളും ക്രിസ്തീയ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി ക്രിസ്ത്യാനികളെ തിരഞ്ഞുപിടിച്ച് വധിക്കാൻ കൽപ്പന ഇട്ടത് അറിഞ്ഞ് എല്ലാ വിശ്വാസികളും രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലൂടെ ഓടി രക്ഷപ്പെട്ടു. അധികം പേരും ലെവാങ് എന്ന് പറയുന്ന മരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഒരു പ്രദേശത്താണ് താവളമടിച്ചത്. പട്ടിണിയും വിശപ്പും ദാഹവും മൃഗങ്ങളുടെ വേട്ടയാടലും മൂലം ഏറെ പീഡനം അവർ സഹിച്ചു പോന്നു. പ്രാർത്ഥനയിൽ സ്ഥിരചിത്തരായ അവർ കാട്ടിലുള്ള ആൽമരത്തിന്റെ ചുവട്ടിൽ സ്ഥിരമായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു പോന്നു. ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണിയേശുവിനെ കൈകളിൽ വഹിച്ചുകൊണ്ട് പരിശുദ്ധയമ്മ അതീവ സുന്ദരിയായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അമ്മയെ കണ്ടയുടനെ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മനസ്സിലെ എല്ലാ സങ്കടങ്ങളും പീഡനത്തിന്റെ നൊമ്പരപ്പാടുകളും നഷ്ടദുഃഖങ്ങളും എല്ലാം പോയി മറഞ്ഞു. വലിയൊരു സന്തോഷവും തൃപ്തിയും അവരുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞു. വിടർന്ന മിഴികളോടെ സ്നേഹത്തോടെ അമ്മയെ അവർ നോക്കി. പരിശുദ്ധ അമ്മ അവരോട് ഇപ്രകാരം പറഞ്ഞു: പ്രിയപ്പെട്ട മക്കളെ, സ്വർഗത്തിലെ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ശ്രവിച്ചിട്ടുണ്ട്. അധികം താമസിയാതെ പ്രാർത്ഥനയ്ക്കെല്ലാം പിതാവ് ഉത്തരമരുളും. പരിശുദ്ധ അമ്മ തൻ്റെ വാക്കുകൾ തുടർന്നു: ധൈര്യമായിരിക്കുവിൻ, യേശു ലോകത്തെ കീഴടക്കിയവനാണ്. നിങ്ങളുടെ ചാരെ എൻ്റെ പുത്രനുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ അമ്മയാണ്. അമ്മയുടെ സ്നേഹം വെളിവാക്കാൻ അമ്മ ഒരു അടയാളവും അവിടെ പ്രവർത്തിച്ചു. ധാരാളം രോഗികളായിരുന്ന അവരെ സുഖപ്പെടുത്താൻ അമ്മ പറഞ്ഞു: സമീപത്തുള്ള എല്ലാ മരങ്ങളുടെയും ഇലകൾ പറിച്ചു ഭക്ഷിക്കുവിൻ. എല്ലാവരും ഇലകൾ പറിച്ച് ഭക്ഷിച്ചു. തൽക്ഷണം എല്ലാവരും സുഖപ്പെട്ടു. പരിശുദ്ധ അമ്മയാണിത്. ഈശോയുടെ അമ്മ മാത്രമല്ല, എൻ്റെ സ്വന്തം അമ്മ. എൻ്റെ സകല ജീവിതാനുഭവങ്ങളിലും അമ്മ കൂടെ വരികയാണ്, ബലമായി, ശക്തിയായി, ചൈതന്യമായി. ഈ ഈശോയോട് ചേർന്ന് നമ്മളെ നിൽക്കാൻ പഠിപ്പിക്കുന്ന അമ്മയിലൂടെ ഈശോയെ നമുക്ക് പാടി ആരാധിക്കാം. ഈ ഗാനത്തിൻ്റെ ഈരടികളിലൂടെ പാടാം, പ്രാർത്ഥിക്കാം. ദൈവത്തെ അനുസ്മരിച്ച് മുൾമുടി അണിഞ്ഞ ഈശോയെ നമുക്ക് പാടി ആരാധിക്കാം.
ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായിരുന്നു എന്നാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ ജീവിതത്തിലെ മറ്റ് ചില പുണ്യങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അമ്മയുടെ ജീവിതത്തിലെ മറ്റൊരു കാര്യമാണ് വിശ്വാസം എന്ന പുണ്യം. വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് അമ്മയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുക. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 45-ാമത്തെ തിരുവചനങ്ങൾ, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് പറയുക. അപ്പോൾ തമ്പുരാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിറവേറുമെന്ന് അമ്മയ്ക്ക് വലിയ ബോധ്യമുണ്ടായിരുന്നു. അതാണ് അമ്മയുടെ വിശ്വാസ ജീവിതം. അതാണ് അമ്മയുടെ പ്രസംഗം എന്ന് പറയുന്നത്. സ്തോത്രഗീതമാണല്ലോ അമ്മയുടെ പ്രസംഗം. അമ്മ അതിൽ വളരെ ഗൗരവമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, അതുപോലെ തന്നെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ലോകം പറയും, ലോട്ടറി അടിച്ചാൽ അത് ഭാഗ്യമായി, നല്ലൊരു വീട് പണിതാൽ അത് ഭാഗ്യമായി, അല്ലെങ്കിൽ മക്കൾക്ക് റാങ്ക് കിട്ടിയാൽ അത് ഭാഗ്യമായി, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ലഭിച്ചാൽ അത് ഭാഗ്യമാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഈശോയുടെ അടുത്ത് വന്ന ഒരു സ്ത്രീ പറഞ്ഞു, നിന്നെ പാലൂട്ടിയ മുലകളും നിന്നെ വഹിച്ച ഉദരവും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. ലൂക്കാസ് വിശേഷം 11-ാം അധ്യായത്തിൻ്റെ 27-ാം തിരുവചനം, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനേക്കാൾ ഭാഗ്യം എൻ്റെ വചനം പാലിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അതിനേക്കാൾ ഭാഗ്യവാന്മാർ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവരാരോ അവരാണ് ഭാഗ്യം. ഈ വചനമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് വിശ്വസിച്ചവളാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ അമ്മയുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ദൈവത്തിൽ വിശ്വസിച്ചു. പിന്നെന്താ അമ്മയുടെ വിശ്വാസം എന്ന് പറയുന്നത്? എൻ്റെ രക്ഷകൻ ഞാൻ ആനന്ദിക്കുന്നതാണ്. പിന്നെ സ്തോത്രഗീതത്തിൽ അമ്മ വിളിച്ചു പറഞ്ഞിരിക്കുക, 1-ാം അധ്യായം 47-ാം തിരുവചനം ലൂക്ക, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പോൾ രക്ഷകനിൽ ആനന്ദിക്കുന്ന ഈശോയെ കാണുന്നത്. അപ്പോൾ അമ്മയുടെ പ്രതീക്ഷ മുഴുവനും രക്ഷകനിൽ തന്നെയാണ്. അമ്മയുടെ മകനാണല്ലോ, അമ്മയുടെ ഉദരത്തിൽ ആയ ശിശുവാണല്ലോ എന്നൊന്നും ഓർത്ത് അമ്മ അക്കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ല അഭിമാനിക്കുന്നത്. എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നല്ലോ, അങ്ങനെയൊന്നുമല്ല. അമ്മ ഓർക്കുന്നത് രക്ഷകനിൽ ആനന്ദിച്ചുകൊണ്ടുള്ള ആ ഒരു വിശ്വാസ ജീവിതമാണ് അമ്മയുടെ ജീവിതം മുഴുവനും. അപ്പോൾ അതുകൊണ്ട് അമ്മ ജീവിക്കുന്നത് വിശ്വാസ ജീവിതം, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട്, വചനം അനുസരിച്ചുകൊണ്ട്. അപ്പോൾ അതാണ് ഭാഗ്യമെന്ന് അമ്മ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസികളുടെ പിതാവാണല്ലോ അബ്രാഹാം. അബ്രാഹാം വിശ്വാസികളുടെ പിതാവാണെങ്കിൽ പരിശുദ്ധ അമ്മ വിശ്വാസികളുടെ മാതാവാണ്. ഇത് പറയുമ്പം അബ്രാഹത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നത്, അബ്രാഹാം എന്താ വിശ്വസിച്ചത്? ക്രിസ്തു ജനിക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പാണ് അബ്രാഹാം ആയിരുന്നത്. ആ കാലഘട്ടത്തിൽ അബ്രാഹത്തിൻ്റെ വിശ്വാസം എന്തായിരുന്നു? അബ്രാഹാം വിശ്വാസം എന്തായിരുന്നു കാണണമെങ്കിൽ ഹെബ്രായർ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനത്തിലേക്ക് വരണം. കാരണം അബ്രാഹത്തിന് വാഗ്ദാനം കൊടുത്തു, ഈ ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ അതിനെല്ലാം ഇറങ്ങി അനുസരിച്ച് പുറപ്പെട്ടു. അവസാനം മക്കളില്ലാതെ കാലങ്ങളെല്ലാം കടന്നുപോയി.
നിന്നെ ഞാൻ മക്കളെ നൽകി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നെല്ലാം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞെങ്കിലും മക്കളില്ലാതെ അങ്ങനെ പോകുമ്പോൾ അവസാനം മക്കളെയും കൊടുത്തു. അങ്ങനെ മകനെ കൊടുത്തു, അങ്ങനെ ഇസ്ഹാക്കിനെ കൊടുത്തു. അങ്ങനെ ഇസ്ഹാക്കിന് 12 വയസ്സായപ്പോൾ മകനെ ബലി കഴിക്കാനായിട്ട് പറയുക. അങ്ങനെ ബലി കഴിക്കാൻ മോറിയ മലയിലേക്ക് പോകുമ്പോഴും അവിടെയൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഏതായാലും മോറിയ മലയിലെത്തി അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിക്കാനായിട്ട് ബലിപീഠമെല്ലാം ഒരുക്കി വെച്ചിട്ട് മോൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്നെ ബലി കഴിക്കാനാണ് കർത്താവ് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഉടനെ കുട്ടി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പാ അങ്ങനെയല്ലല്ലോ എന്നെ അപ്പം പഠിപ്പിച്ചത്. ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഈ മണൽത്തരി പോലെയും നിന്നിൽ നിന്ന് സന്താനങ്ങൾ ജനിക്കുമെന്നാണല്ലോ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെന്താ അപ്പം ഇങ്ങനെ എന്നെ ഇപ്പോൾ വധിക്കാനായിട്ട്? അപ്പോൾ ഉടനെ അബ്രാഹാം പറഞ്ഞ വാക്ക്, അബ്രാഹാം പറഞ്ഞു, എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം, 18-19 തിരുവചനങ്ങൾ. അബ്രാഹാം പറഞ്ഞു, മരിച്ചവരിൽ നിന്ന് പോലും മനുഷ്യനെ ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഈശോ ജനിച്ചിട്ടുമില്ല, ജീവിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, ഉത്ഥാനം ചെയ്തിട്ടുമില്ല. അപ്പോൾ അതിനു മുമ്പേ അബ്രാഹാം ഈ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് അബ്രാഹത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മയും ഇത് തന്നെ വിശ്വസിച്ചത്. അമ്മ ഇത് തന്നെ വിശ്വസിച്ചത്. കാരണം വചനത്തിൽ എന്തെല്ലാം എഴുതി വെച്ചിരിക്കുന്നോ അതെല്ലാം നിറവേറുമെന്ന്. കാരണം ഒരു സ്ത്രീ എങ്ങനെ ഗർഭിണിയാവുക? പുരുഷനില്ലാതെ, ഭർത്താവ് അറിയാതെ, പുരുഷനറിയാതെ എങ്ങനെ ഗർഭിണിയാവുക? ലോകത്തിലിങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതും പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു സംശയമില്ലാതെ അമ്മ അതങ്ങ് സ്വീകരിക്കുക, ഹൃദയത്തിലങ്ങ് സ്വീകരിക്കുക, അത് ഏറ്റുവാങ്ങി. അതാണ് അമ്മയുടെ വിശ്വാസം. അബ്രാഹത്തെ പോലെ, അബ്രാഹാം പിതാവായ പോലെ അമ്മ മാതാവായി തീർന്നു, വിശ്വാസികളുടെ അമ്മയായി മാറി. അപ്പോൾ അമ്മയെ നമുക്ക് വിശ്വാസത്തിൻ്റെ അമ്മയായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മളും ആ വിശ്വാസത്തിൽ വളരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കണം. പിന്നെ അമ്മയിൽ വിളങ്ങിയിരുന്ന വലിയൊരു പുണ്യമാണ് എളിമ എന്നുള്ളത്. എൻ്റെ ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു എന്ന് തിരുവചനം ഏറ്റുപറയുമ്പോൾ ഈ സ്തോത്രഗീതത്തിൽ പറയുന്നു, ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനം. അപ്പോൾ എളിമയാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് അമ്മ പഠിപ്പിച്ചു. കാരണം ആ എളിമപ്പെടലിലൂടെയാണ് എല്ലാം പൂർത്തിയാവുക. കാരണം ഈശോ തന്നെ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, തിരുവചനത്തിലെല്ലാം അത് എഴുതി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്കിത് അറിയാമായിരുന്നു. കാരണം അമ്മ മനസ്സിലാക്കിയിട്ടുണ്ട്, എൻ്റെ ദാസനായ അബ്രാഹാം, എൻ്റെ ദാസനായ മോശ, എൻ്റെ ദാസനായ ദാവീദ്, എൻ്റെ ദാസനായ ജോഷുവ, എൻ്റെ ദാസനായ സാമുവേൽ, ഇങ്ങനെല്ലാം അമ്മ അത് പഴയ നിയമത്തിൽ നിന്നെല്ലാം കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ദാസന്മാരുടെ മേലാണ് അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുക. അതുകൊണ്ടാണ് അമ്മ താഴ്മയോടെ നിന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈശോ വന്ന് പിതാവായി ദൈവത്തിൻ്റെ ശക്തി വന്ന് നിറഞ്ഞു. അമ്മ വലിയൊരു ശക്തിയുടെ ഉറവിടമായിട്ട് മാറുകയാണ്. അപ്പോൾ താഴ്ന്നവരിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒഴുകി വരിക എന്നുള്ള പ്രവചനമെല്ലാം അമ്മയിൽ പൂർത്തിയാവുക. അതുകൊണ്ട് ഈ എളിമയാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് അമ്മ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ ഈ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ഹൃദയത്തിൽ, എല്ലാവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക. എന്തുകൊണ്ടാണ്? മാർപ്പാപ്പയുടെ ആ എളിമയാണ്, മാർപ്പാപ്പയുടെ ആ താഴ്മയാണ്. അദ്ദേഹം കർദിനാൾ ആയിരിക്കുമ്പോൾ റോമിലേക്ക് ഇതിനു വേണ്ടി വരും, മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരുമിച്ച് കൂടലിന് വേണ്ടി വരുമ്പോൾ സൂട്ട് കേസും സ്വന്തം കയ്യിൽ തൂക്കി, അതുപോലെ തന്നെ ബസ്സിലാണ് വന്നത്. അതുപോലെ തന്നെ മാർപ്പാപ്പ ആയി കഴിഞ്ഞപ്പോൾ തനിക്കിട്ടിരിക്കുന്ന ലക്ഷറി താമസ സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരു സാധാരണ മുറിയൊക്കെ എടുത്ത്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ അവരുടെ കീഴ് ജീവനക്കാരെയൊക്കെ വിളിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്ന ഇതല്ലേ എളിമയുടെ മാർഗ്ഗമെന്ന്, എളിമയുടെ വഴി എന്ന് പറയുന്നത്. പരിശുദ്ധ പിതാവൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ്. എളിമപ്പെടുമ്പോൾ ലോകത്തിൻ്റെ മനുഷ്യരുടെയൊക്കെ മനസ്സിൽ എന്തുമാത്രം നന്മകളാണ് ഉയരുന്നത്, അനുഗ്രഹിക്കപ്പെടുന്നത്. ഇത് പറയപ്പെട്ടത്. അതുപോലെ തന്നെ അമ്മയിൽ നിറഞ്ഞിരിക്കുന്ന വലിയൊരു ഗുണമാണ് മൗനം എന്ന പുണ്യം. അമ്മ വെള്ളി ഒന്നും മിണ്ടിയിട്ടില്ല, എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് ചെയ്തത്. അറിയാം, അമ്മയുടെ മനസ്സിലേക്ക് കടന്ന ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്. അമ്മ ഈ ശിശു പ്രസവിച്ച് കഴിഞ്ഞ് ദേവാലയത്തിൽ തന്നെ കാഴ്ചവെക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് ശിമയോൻ തെറിച്ച് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവൻ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒക്കെ കാരണമാകും. അതുപോലെ തന്നെ ഇവൻ പലരുടെയും ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് അവസാനം അമ്മയോട് പറഞ്ഞു, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ മരണവും ഉത്ഥാനം വരെ ഈ വാള് ഹൃദയത്തിൽ കൊണ്ടു നടന്നവളാണ് അമ്മ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ ഒരു എന്നാലും അത് ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും പരാതി പറഞ്ഞിട്ടില്ല. അമ്മയ്ക്കുണ്ടായ ജീവിതത്തെക്കുറിച്ച് ആരോടും ഒരു പരാതി പറയാതെ എല്ലാം അത് സ്വീകരിക്കുക ചെയ്ത്. ഈ ഈശോയെ തൻ്റെ ഏകപുത്രനെ പട്ടിയെപ്പോലെ തല്ലി ചതച്ചപ്പോഴും നിഷ്ഠൂരമായിട്ട് ക്രൂരമായി മർദ്ദിച്ചപ്പോഴും ഈ അമ്മ ആരോടും പോയി പരാതി പറഞ്ഞില്ല, എല്ലാവരെയും കൂട്ടി ബഹളം വെച്ചില്ല. എന്തേ എൻ്റെ മകനോട് ഇങ്ങനെ ചെയ്തു എന്ന് അവർ ആരും പറഞ്ഞില്ല. അങ്ങനെ ഈ മകനെ ഇങ്ങനെയെല്ലാം കാണിച്ചു, വധിച്ചു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആ പുതിയ ക്രൈസ്തവ സമൂഹം, നമുക്കറിയാം, ആദ്യത്തെ മാർപ്പാപ്പയും കൂട്ടരെയും അവരെയും ഇതുപോലെ ചതക്കുകയും ജയിലിലിടുകയൊക്കെ ചെയ്തു. അങ്ങനെ ജയിലിൽ കിടന്ന സമയത്തും തല്ലിച്ചതയ്ക്കുമ്പോഴൊന്നും അവർ കൂട്ടം കൂടി ആർപ്പ് വിളിച്ച്, എങ്കിലാവ് വിളിച്ച്
കോലം കത്തിച്ച് അല്ലെങ്കിൽ ജനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെയൊന്നും എതിർപ്പും അല്ലെങ്കിൽ കോടതി കേസൊന്നും കൊടുത്ത് യാതൊരു ഭാവപ്രകടനം അവർ കാണിച്ചില്ല. അവർ ചെയ്തതെന്താ? അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും ഏകമനസ്സോടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് ലോകത്തിൽ മുഴുവൻ വചനം പ്രഘോഷിച്ചത്. ഇന്ന് ലോകത്തിലൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ അതിന് വിരുദ്ധമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇതുമായിട്ട് ഈ മൗനമെന്ന പുണ്യം നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സമൂഹത്തിനൊക്കെ ഇതുമൂലമൊക്കെ ഉണ്ടാകുന്ന ഉതപ്പും ഇതുമൂലമുണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ നമുക്കൊന്നും പരിഹരിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രാർത്ഥനാപൂർവ്വം ഇതുപോലെ മൗനമായിട്ട് സഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും ഈശോത കാണിച്ചു തന്നു. അമ്മയും അത് തന്നെ കാണിച്ചു തന്നത്. അത് ആരുടെയും മുമ്പിൽ വിളിച്ചു പറയാതെയും ആരെയും അപമാനിക്കാതെയും അമ്മ അത് ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. അത് അവരുടെ ജീവിതങ്ങൾ വലിയൊരു കൃപയായിട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെ അത് അമ്മയുടെ ജീവിതത്തിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഇത് തന്നെ, നമുക്കൊക്കെ ഇത് തന്നെയാണ് കരുണയുമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ക്ഷമയോടെ അതിനെ മൗനമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകും. അത് വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും, അത് കുടുംബത്തിലാണെങ്കിലും, അത് സമൂഹത്തിലാണെങ്കിലും, അത് സഭയിലാണെങ്കിലും, അത് ലോകത്ത് എവിടെയാണെങ്കിലും. എന്നൊക്കെ മാധ്യമങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം നന്മ അവിടെ ഉണ്ടാകാനായിട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് ലോകത്തിൽ അങ്ങനെയൊക്കെ നന്മയ്ക്ക് വേണ്ടി മൗനം എന്ന പുണ്യം വലിയൊരു അനുഗ്രഹമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ വിശുദ്ധി വലിയൊരു അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു കാര്യമാണ്. അമ്മയുടെ ജീവിതം പരിശുദ്ധമായ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു വചനം എന്നെ ഓർപ്പിച്ചു തന്നു. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം. അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നുകൊണ്ട് അവൾ പരിശുദ്ധയായിട്ട് തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ ജീവിതം പരിശുദ്ധമായിരുന്നതുകൊണ്ട് തന്നെ ഈശോയുടെ ജീവിതമൊക്കെ, ഈശോയ്ക്ക് തുന്നൽ കൂടാത്ത കുപ്പായം തുന്നിക്കൊടുത്തത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് എപ്പോഴും അതൊരു വലിയൊരു സംരക്ഷണമായിരുന്നു. അതൊരു പൗരോഹിത്യത്തിൻ്റെ പ്രതീകമായി കുപ്പായം. അതുകൊണ്ട് ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും, ഒരു പൗരോഹിത്യ അന്തസ്സിലാണെങ്കിലും, സമർപ്പിത അന്തസ്സിലാണെങ്കിലും, കുടുംബജീവിതത്തിൻ്റെ അന്തസ്സിലാണെങ്കിലും വിശുദ്ധിയിൽ ജീവിക്കണമോ അത് അമ്മയിൽ നിന്ന് കൃപ സ്വീകരിക്കണം. വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. അവരൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് തന്നെ സമർപ്പിച്ച വ്യക്തികളായിരുന്നു. പൂർണ്ണമായിട്ട് വളരെ ചെറുപ്പത്തിൽ മുതൽ സമർപ്പിച്ച വ്യക്തികളൊക്കെ അവർ വിശുദ്ധരായി മാറിയിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളിലും ശുദ്ധതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോഴൊക്കെ അവർ ശുദ്ധത പ്രാപിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അത് സാധിച്ചു കൊടുക്കും. ജോൺ പോൾ രണ്ടാമൻ ഓർമ്മയുടെയൊക്കെ ചരിത്രമൊക്കെ നമുക്കറിയാവുന്ന. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ വിശുദ്ധനായ ചാവറയച്ചൻ്റെ ജീവിതം നമുക്കറിയാം. 6 മാസം പ്രായമുള്ളപ്പോഴാണ് അമ്മ കൊണ്ടുപോയി വെച്ചൂർ പള്ളിയിൽ സമർപ്പിച്ചത്. അത് വിശുദ്ധനായി തീർന്നു. അതുപോലെ തന്നെ ജോൺ പോൾ രണ്ടാമൻ ഓർമ്മ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സമർപ്പിച്ചു, വിശുദ്ധനായി മാറി. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതം വിശുദ്ധമാകണമോ ഇതുപോലൊരു സമർപ്പണം നമ്മൾ നടത്തുക. അതുപോലെ നിരന്തരമായി അമ്മ വഴിയായിട്ട് ഒരു ശരണം, അമ്മ ദൈവത്തിൽ ശരണപ്പെട്ട വ്യക്തിയാണ്. പൂർണ്ണമായിട്ട് ശരണപ്പെട്ടു. ആരോടും പരാതി പറയാതെ, ഒന്നിനെക്കുറിച്ച് നിലവിളിക്കാതെ, ആരുടെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഓടിയില്ല അമ്മ. എന്നൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ നമ്മളൊക്കെ നേരെ പ്രാർത്ഥിക്കാൻ ഓടുന്നു, അതിനെ ആലോചന ചോദിക്കുന്നു, കൗൺസിൽ, അങ്ങനെയൊന്നുമില്ല. അമ്മ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. അമ്മയൊക്കെ അത് മൗനമായിട്ട് ഈശോയോട് മാത്രം ശരണപ്പെട്ട്, ഈശോയോട് മാത്രം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈശോയിൽ ശരണപ്പെടുന്ന ഒരവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമ്മയിൽ വിളങ്ങിയിരുന്ന ഈ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാനായിട്ട്, ഈ ഒരു വലിയ കൃപ കൊണ്ട് നിറയുവാനായിട്ട് നമുക്ക് അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. അമ്മ നമ്മളെ സഹായിക്കും. നമ്മളെയൊക്കെ വിശുദ്ധിയിൽ അമ്മ കാത്തു പരിപാലിക്കും. സ്നേഹം നിറഞ്ഞ് ജീവിതം നയിക്കുവാൻ, സ്നേഹത്തിൻ്റെ വലിയ പുണ്യമുള്ള ജീവിതങ്ങളായി മാറുവാൻ അമ്മ നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എന്നെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തിൽ ആഴപ്പെട്ട ജീവിതം അമ്മയെപ്പോലെ നയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, അതിനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ എളിമയെന്ന പുണ്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവത്തിൽ നിരന്തരം ശരണപ്പെടുന്ന, സ്നേഹം കൊണ്ട് നിറഞ്ഞ ജീവിതം നയിക്കുന്ന, വിശുദ്ധിയിൽ ജീവിതത്തിൽ വിശുദ്ധിയിൽ വളർച്ച പ്രാപിക്കുന്ന, അതുപോലെ തന്നെ മൗനം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന, എല്ലാം ഹൃദയത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമായി ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ മാറുവാൻ, അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതവും ഞങ്ങളുടെ സമൂഹ ജീവിതവും സഭാജീവിതവും എല്ലാ ജീവിത സാഹചര്യങ്ങളും അനുഗ്രഹിക്കപ്പെട്ടായി തീരുവാൻ പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇറ്റലിക്കാരിയായ പീറിന ഗല്ലി ഒരിക്കൽ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധയമ്മ
ഒരു ഗോവണിയിലൂടെ പുഞ്ചിരി തൂകി ഇറങ്ങി വരുന്നത് കണ്ടു. സമീപത്ത് വന്ന് നിറചിരിയുമായി അമ്മ പറയുകയാണ്, ഞാൻ അമലോത്ഭവയാണ്. ലൂർദിൽ അമ്മ പറഞ്ഞത് ഒന്നും കൂടെ ഉറപ്പിച്ചു പറയുകയാണ്. പാവമില്ലാതെ ജനിച്ച പരിശുദ്ധയമ്മ കൂട്ടിച്ചേർത്തു, ഞാൻ സകല ജനപദങ്ങളുടെയും നാഥയാണ്. കരുണയുടെ മാതാവാണ് ഞാൻ. എന്നും നിന്റെ കൂടെ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമലോത്ഭവയായ പരിശുദ്ധ കന്യകയോട് പാപം നിറഞ്ഞ ഈ ലോകത്തിൽ പാപരഹിതരായി ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് സ്നേഹത്തോടെ ആഗ്രഹത്തോടെ വിശ്വാസമർപ്പിച്ച് ഈ ഗാനത്തിലൂടെ പാടി പ്രാർത്ഥിക്കാം. പ്രിയവരാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയമേ, പാപം കൂടാതെ എല്ലാ ദിവസവും ജീവിക്കുവാനും പരിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ഞങ്ങളായിരിക്കുന്നിടത്ത് വിശുദ്ധിയുടെ സുഗന്ധം പരത്താനും സുഹൃത്തുക്കളുടെ അമ്മേ, ഞങ്ങൾക്കായി ഈശോയോട് നിരന്തരം പ്രാർത്ഥിക്കണമേ. രാജ്യങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി പീഡനം അനുഭവിക്കുന്ന എല്ലാവരെയും അമ്മയെ പാദാന്തികത്തിൽ ചേർത്ത് വെക്കുന്നു. വിശ്വാസ സ്ഥിരത നൽകി മക്കളെ അനുഗ്രഹിക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ.
അചഞ്ചലമായ വിശ്വാസം കാത്തു സൂക്ഷിച്ച പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ നല്ല അമ്മേ, വിശ്വാസക്കോട്ടയിൽ എന്നെ സംരക്ഷിക്കണമേ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. എൻ്റെ നല്ല അമ്മേ, വിശ്വാസക്കോട്ടയിൽ എന്നെ സംരക്ഷിക്കണമേ. ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ നല്ല അമ്മേ, എന്നെ വിശ്വാസക്കോട്ടയിൽ സംരക്ഷിക്കണമേ.